നമസ്കാരം. മോളു, ഞാൻ പേര് ഇതിൽ കുറിക്കുന്നില്ല. കാരണം പേര് കുറിക്കുവാണെങ്കിൽ ഒരു പക്ഷേ ഇനി ഈ ശബ്ദ സന്ദേശം കേട്ടിട്ട് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കും. പക്ഷേ നിങ്ങളുടെ ഒരാളുടെ പേര് മാത്രമല്ല, ഈ പേര്, അതായത് ഈ നാമം നിങ്ങൾക്ക് മാത്രമുള്ളതല്ല. ഈ ലോകത്ത് അനേകം മനുഷ്യരുണ്ട്, ധാരാളം പേർക്ക് ഈ പേരുണ്ട് എന്ന് ഇങ്ങനെ ഈ പേര് മാത്രമല്ല പല പേരുകളുമുണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള, തിരിച്ചറിയാനുള്ള തിരിച്ചറിവും മനുഷ്യർക്കില്ല. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പേര് പറയുവാണെങ്കിൽ ഉടനെ ഒന്നുകിൽ ആളുകൾ ഞാനുമായിട്ട് കൂട്ടുകെട്ടുള്ള അല്ലെങ്കിൽ ഞാനുമായിട്ട് കൂട്ടുള്ള ആരെയെങ്കിലും ഉദ്ദേശിച്ച് അവരാണെന്ന് അവരവരുടെ മനസ്സിൽ അങ്ങ് ഉണ്ടാക്കിയെടുക്കും. എന്നാൽ ആ ഒരാളല്ല എനിക്ക് സൗഹൃദമുള്ളതെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു തിരിച്ചറിവ് മനുഷ്യർക്കില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ഓരോ വ്യക്തികൾക്കും ഇല്ല. ഇപ്പോൾ ഒരേ പേര് തന്നെ ധാരാളം പേർക്കുണ്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ പേര് ഉച്ചരിക്കുകയാണെങ്കിൽ ഉടനെ വരും നിങ്ങൾക്ക്, നിങ്ങളെയല്ലേ നാഗ പറഞ്ഞെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ വളരെ ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി, ഇഷ്ടത്തോടുകൂടി പേര് പറയാതെ ഞാൻ മോളൂന്നോ മറ്റോ പറഞ്ഞ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുക. പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ പൊന്നിവിടെ പറയുന്നുണ്ട്. പൊന്ന് എന്ന് പറയുന്നത് ഞാൻ പോയി മോളെയാണ് പറയുന്നത്. മോളെന്ന് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കരുതരുത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പേരിനി അഥവാ പേര് വിളിക്കുകയാണെങ്കിൽ ഇന്ന ആളാണല്ലേ അത് എന്നങ്ങ് അവരങ്ങ് ഉറപ്പിക്കും. ആളുകൾ അത് അങ്ങ് കേട്ട അതാണെന്ന് ഉറപ്പിക്കും. എനിക്ക് ആരെ ഇപ്പം ബോധ്യപ്പെടുത്തി കൊടുക്കാനും പറ്റില്ല ഇന്ന ആളല്ല എന്ന്. കാരണം നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ മറ്റുള്ള ആളുകളോട് മുഴുവൻ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ മോള് പറയാൻ എന്നാൽ പിന്നെ അത് വാട്സപ്പിൽ അങ്ങ് കുറിച്ചുകൂടായിരുന്നോ എന്ന്. അല്ല, വാട്സപ്പിൽ കുറിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ പറയുന്നതാണെന്ന് തോന്നി. കാരണം എൻ്റെ ഓരോ നിമിഷങ്ങളും, എൻ്റെ ചാനൽ തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ ചാനൽ, എൻ്റെ ഓരോ നിമിഷങ്ങളും ഞാൻ ഇവിടെ കുറിച്ചിടുകയാണ്. അത് കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ്. ഒരു വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഞാൻ ചിലപ്പം കുറിച്ച് വയ്ക്കും. ഇപ്പോൾ അത് ഇങ്ങനെ സംസാരിച്ച് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. അത് എൻ്റെ രീതികൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് മുൻകൂട്ടി ഇടുവാണെന്ന് തന്നെ കൂട്ടിക്കോളൂ. ആളുകൾ വരുമ്പോൾ ഇനി അവർ എൻ്റെ രീതി ഇതാണെന്ന് കരുതി പിന്നെ എന്നോട് അങ്ങനെ കൂട്ടുകൂടിയാൽ മതിയല്ലോ. അപ്പം ഇതിൽ തന്നെ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങളെയൊക്കെ ഞാൻ ഇത്രമാത്രം സംരക്ഷിക്കുന്നു. അതായത് പേര് പോലും പുറത്തു പറയാതെ നിങ്ങളെയൊക്കെ ഞാനൊരു സംരക്ഷണ വലയം തീർക്കുകയാണ്. കാരണം ആരും നിങ്ങളോട് വന്ന് ശല്യത്തിന് വരാതിരിക്കുക. നിങ്ങളെ ഇതിലൂടെ ഇപ്പോൾ നാഗയുടെ അടുത്ത് പോയി നീ അത് ചെയ്തു കൊടുത്തില്ലേ, ഇത് ചെയ്തു കൊടുത്തില്ലേ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, നിന്റെ കാര്യം വന്നപ്പോൾ കണ്ടില്ലേ നാഗ പറയുന്നത്, നാഗാദേവി പറയുന്നത് എന്നാരും പറയാതിരിക്കുക. പക്ഷെ എന്തുകൊണ്ടാണ് നാഗാദേവി അങ്ങനെ പറയുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു തിരിച്ചറിവും അവർക്കാർക്കുമില്ല. ഒരുപക്ഷെ എൻ്റെ ഈ ശബ്ദ സന്ദേശം ചെന്ന് കഴിയുമ്പോഴായിരിക്കും അവരൊക്കെ ഓ
ഇന്നത് കാരണം കൊണ്ടാണ് നാഗാദേവി ഇങ്ങനെ പറഞ്ഞത് എന്ന തിരിച്ചറിവുണ്ടാകും. അത് എനിക്ക് മാത്രമല്ല, പൊന്നിനും. അപ്പോൾ പൊന്നിവിടെ എന്നോടൊരു ആവശ്യം ഉന്നയിച്ചു. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? പേയ്മെൻറ്റ് തരൂ, 1000 രൂപ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആവശ്യം ഞാൻ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞല്ലേ. എനിക്ക് പേയ്മെൻറ്റ് കിട്ടണം. പേയ്മെൻറ്റ് ഞാൻ 1000 രൂപയാണ് ചോദിച്ചത്. അപ്പോൾ മാത്രമല്ല, പിന്നീട് ഞാൻ അടുത്ത വരി എഴുതി, എനിക്കിവിടെ ആവശ്യങ്ങൾക്ക് പണം വേണമെന്ന്. എന്നിട്ട് 7558875593 ആ ഗൂഗിൾ പേ നമ്പർ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ PayTM നമ്പറും കൂടി ഇട്ടു. ഇതെല്ലാം ഞാൻ എന്തിനാ ഇവിടെ ചേർക്കുന്നതെന്ന് വെച്ചാൽ, ഈ ശബ്ദ സന്ദേശം കേട്ടിട്ട് ആ നമ്പറിലെങ്ങാനും ആരെങ്കിലും എനിക്ക് ദാനധർമ്മമോ ബാങ്ക് കളിയിൽ ഏർപ്പെടുന്ന ആരെങ്കിലും, ഇനി എൻ്റെ നമ്പർ അറിയാൻ കഴിയാത്തവർ ഈ നമ്പറിൽ കുഞ്ഞു ദാനധർമ്മം ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതിയാണ് ഇതിൽ ഞാൻ ഈ ഗൂഗിൾ പേ നമ്പറും കൊണ്ട് വെച്ചത്. കാരണം എനിക്കൊരു ബാങ്ക് ഉണ്ട്, ദിവ്യ ബാങ്ക് ഇൻ്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക്. പിന്നെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ പറയുകയുണ്ടായി, അങ്ങനെയൊക്കെ ഞാൻ എഴുതിയപ്പോൾ മറുപടി തന്നു, നാഗ, ഞാൻ ആരോടും പ്രതിഫലം വാങ്ങുന്നില്ല. ദിവസവും എത്രയോ പേരെ സഹായിക്കുന്നു. ഒരാൾ ആവശ്യം പറഞ്ഞാൽ അത് കഴിയുന്നതാണ് എങ്കിൽ സാധിച്ചു കൊടുക്കാറുണ്ട്. അതിൻ്റെ വരുന്ന ചിലവ് പോലും വാങ്ങാതെ തികച്ച സേവനമാണ് ഞാൻ ചെയ്യുന്നത്. അത് നാഗയ്ക്കും അറിയുന്നതാണല്ലോ എന്ന്. തീർച്ചയായിട്ടും എനിക്കും അറിയുന്നതാണ്. കാരണം ഞാൻ ഒരു കാര്യം ഞാനങ്ങ് പറയുകയാണ്, നിങ്ങളിവിടെ വന്ന് സേവനം പോലെ എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്നു. പക്ഷെ ഞാൻ നിങ്ങളായി എടുത്ത അത്രയും എടുത്ത ജോലി എനിക്ക് തിരിച്ചറിയാവുന്നതുകൊണ്ട് ഞാൻ അക്കാലത്ത് പറഞ്ഞിരുന്നു, ഒരു കുഞ്ഞ് എന്തെങ്കിലും ഒന്ന് തരട്ടെ എന്ന് വെച്ചപ്പോൾ നിങ്ങൾ വേണ്ട എന്ന് വാക്ക് പറഞ്ഞു. പണമോ എന്തോ ഞാൻ എന്തൊക്കെ തരാൻ നേരം വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചതായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങാമായിരുന്നു. നിങ്ങളപ്പോൾ നിരസിച്ചു. അത് എൻ്റെ കയ്യിൽ കുഴപ്പമാണോ? ഒന്ന് സ്വയം തിരിച്ചറിവുണ്ടാക്ക്. നിങ്ങളത് സേവനം പോലെ ചെയ്യുന്നു. നിങ്ങൾ സേവനം ചെയ്യുന്നു, ഞാനതിനെന്ത് ചെയ്യണം? നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ആ സഹായത്തിന് പ്രതിഫലമായി ഞാൻ വെച്ചു നീട്ടിയപ്പോൾ വാങ്ങിയില്ല. അത് എൻ്റെ കയ്യിൽ കുഴപ്പമാണോ? ഒന്ന് സ്വയം ഒന്ന് തിരിച്ചറിയൂ. എൻ്റെ കയ്യിൽ കുഴപ്പമാണോ? നിങ്ങൾ സേവനം ചെയ്യുന്നു, ആ സേവനം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ദുഃഖകരമായിട്ട് പിന്നെ എന്തിനിങ്ങനെ പറയണം? നിങ്ങൾ സേവനം ചെയ്യുന്നത് പോലെ ഈ ലോകത്തുള്ള എല്ലാവരും ചെയ്യണമെന്നുണ്ടോ? പോട്ടെ, ലോകത്തുള്ള എല്ലാവരും ഞാൻ ഇതിലേക്ക് വലിച്ചഴിക്കുന്നില്ല. ഞാൻ സേവനം ചെയ്യണമെന്നുണ്ടോ? ഇനി ഉദാഹരണം, നിങ്ങളെപ്പോലെ തന്നെ ധാരാളം സേവനങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. ആർക്കും ഒരു 5 പൈസ വാങ്ങിക്കാതെ ഞാൻ പലതും ചെയ്തു കൊടുത്തു. ഒരുപാട് കാര്യങ്ങൾ, വീട്ടുജോലി മുതൽ ആളുകളെ ശുശ്രൂഷിക്കുന്നത് മുതൽ, അത് പണവും വാങ്ങിക്കും, വെറുതെ ചെയ്തു കൊടുക്കും. ദേഹമൊക്കെ കുളിപ്പിച്ച് കൊടുക്കുകയും കാലൊക്കെ കഴുകി കൊടുക്കുകയും വ്രണമുള്ള കാലുകൾ കഴുകി കൊടുക്കുകയും മലമൂത്രത്തിൽ കിടക്കുന്നവരെയൊക്കെ പോയി ചെന്ന് ആ ദേഹം മുഴുവൻ കഴുകി വൃത്തിയാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും. അതിന് ഞാൻ പണവും വാങ്ങിക്കും, ഒപ്പം പണം വാങ്ങിക്കാതെയും ചെയ്യും. ഞാൻ ചെയ്തെല്ലാം സേവനങ്ങളായിരുന്നു. പണവും വാങ്ങിക്കും, പണം വാങ്ങിക്കാതെയും ചെയ്യും. പിന്നെ ഓരോരുത്തർക്കും ജോലികൾ വാങ്ങിച്ചു കൊടുക്കും. പലരുടെ അടുക്കൽ പോയിരുന്ന് അവരോട് പോയിരുന്ന് പറഞ്ഞ് ജോലി വാങ്ങിച്ചു കൊടുക്കും. ഭൂമി ഇടപാടുകൾ, ഭൂമി വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തു കൊടുക്കും.
അങ്ങനെ ഒത്തിരി ഒത്തിരി പല മേഖലകളിലും ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. പണവും വാങ്ങിയിട്ടുണ്ട്, സേവനവും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പരാതി പറയുന്നില്ല. എന്നാൽ നിങ്ങൾ ഓരോ സമയത്ത് എന്നോട് ഓരോ വീഡിയോ, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകൾ, ഒരുപാട് പേർക്ക് യൂട്യൂബ് ചാനൽ ഇട്ട് കൊടുക്കാൻ നേരം എത്രയോ പേർക്ക് ഞാൻ സേവനം ചെയ്തു കൊടുക്കുമായിരുന്നു. അതൊക്കെ ഒരു5ൻ്റെ കാശ് ഞാൻ അവരിൽ നിന്നും വാങ്ങിച്ചില്ല, ഒരു കുഞ്ഞു പണം പോലും വാങ്ങിച്ചില്ല. എന്നാൽ പണം വാങ്ങിച്ചിട്ട് ഞാൻ ചെയ്തു. അതെന്ന് വെച്ചാൽ സൗഹൃദ രൂപേണയുള്ള കൊടുക്കൽ വാങ്ങലുകളായിരുന്നു അവിടെ. അതായത് ഇത്ര രൂപ എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതൊക്കെ തന്നെ ആ അനുഭവിക്കുന്നവര്, ഞാൻ ഇപ്പൊ ചാനലുമായിട്ട് ആരെങ്കിലും വന്നാൽ ഞാനത് പണം വാങ്ങിച്ചിട്ടും പണം വാങ്ങിക്കാതെയും എൻ്റെ വീഡിയോസുകളൊക്കെ പലർക്കും കൊടുത്തു. എന്നിട്ടോ അപ്പോഴൊക്കെ എനിക്ക് പലരിൽ നിന്നും അവഗണനകൾ അവർ തന്നുകൊണ്ടേയിരുന്ന്. എന്നിട്ട് ഞാൻ ഇത് നിർത്തിയോ? ഇല്ല, നിർത്തിയില്ല. പിന്നെ എനിക്കൊരു വയ്യായ്മ വന്ന് കിടന്നപ്പോഴായിരുന്നു നിങ്ങൾ വന്നത്. അപ്പോഴേ ഞാൻ ജോലി ചെയ്ത്, എനിക്ക് ജോലി ചെയ്യാനിരുന്നപ്പോൾ പണം എൻ്റെ കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്നു, ആളുകളുണ്ടായിരുന്നു, ചുറ്റും ആളുകളുണ്ടായിരുന്നു. പണം നമ്മുടെ കയ്യിലുള്ളപ്പോൾ ആളും പേരും എല്ലാം ഉണ്ടായിരുന്നു. ഓരോ ആവശ്യങ്ങൾക്കെല്ലാം എൻ്റെ അടുക്കൽ ആളും പേരും ഒക്കെ വന്നു. പക്ഷേ പണമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് എനിക്ക് വയ്യായ്മയിലേക്ക് വന്നപ്പോൾ സേവനം ചെയ്യലും ഇല്ല, ജോലിക്ക് പോക്കും ഇല്ല. അങ്ങനെ വന്നപ്പോൾ, അതായത് തളർന്ന് കിടക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ വന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വയ്യാതിരുന്ന സമയത്ത്, സാധാരണ നമുക്കൊരു രോഗം വരുമ്പോഴാണ് നമ്മളെ ആളുകൾ വരേണ്ടത്, കാണാനും നമുക്ക് 10 പൈസ നമുക്ക് തരാനും ഒക്കെ അന്നേരമാണ് നമ്മൾ കൂടെ വരേണ്ടത്. നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, ചേർത്തൊന്ന് പിടിക്കാൻ, ഒന്ന് തലോടാൻ, ഒന്ന് തഴുകൽ, നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ച് പോട്ടെ, സുഖഭേദമാകും എന്നൊന്നൊരു നല്ല വാക്ക് പറയുവാൻ, ഇത്ര നാളും നീ നമുക്കൊക്കെ ഒരു ഉപകാരിയായിരുന്നു, ഇപ്പം നിനക്ക് സുഖമില്ല, അസുഖം മാറട്ടെ, കൈകാലുകൾക്കൊക്കെ ഒരു അയവ് വരട്ടെ, അല്ലെങ്കിൽ ദേഹസുഖം വരട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാനായിട്ട് ഒരാളും ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ ആളുകൾ മാറിയൊക്കെ നിന്ന്, ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആയാലും അല്ലാതെ ആയാലും, തളർന്നു വീണ് കിടന്നപ്പോൾ, ഒന്നും നടക്കാൻ പോലും പറ്റാതെ ആയി തീർന്നപ്പോൾ പലയിടത്തു നിന്നും അവഗണന, പുച്ഛം, പരിഹാസം ഒക്കെ ആയിരുന്നു വന്നത്. ഞാൻ സഹായിച്ചിട്ടുള്ളവർ വരെ എന്നെ മാറി നിന്ന് പലതും പറഞ്ഞ് എനിക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞ്, എൻ്റെ വീട്ടിൽ പോകരുതെന്ന് പറഞ്ഞ്. അതൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ, അല്ലേ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ ആളുകൾ പലതരം ഐഡിയകൾ ഉണ്ടാക്കി അതിലൊക്കെ എഴുതിയിട്ട് ഇവരെ സഹായിക്കരുത്, ഭക്ഷണം കൊടുക്കരുത്, വസ്ത്രം കൊടുക്കരുത് എന്നൊക്കെ ഓരോ വ്യക്തികളും അവരുടെ ക്രൂരതകൾ എഴുതിയിട്ട്, അവരുടെ ഉള്ളിൽ അവരെന്താണോ അവരത് എഴുതിവിട്ടു. ഭക്ഷണം കൊടുക്കരുതെന്ന് ഒരു വ്യക്തി പറയുകയാണെങ്കിൽ ആ ഭക്ഷണം കൊടുക്കരുത് എന്ന് പറയുന്ന ആൾ എത്രമാത്രം നീചരാണെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. എന്നെ എല്ലാവരും നോക്കിയത്. എന്നാൽ ആ പറയുന്ന ആൾ എത്രമാത്രം ക്രൂരതയാണ്, എഴുതി വെക്കുന്ന ആൾ എത്രമാത്രം ക്രൂരതയുള്ളവരാണെന്ന് തിരിച്ച് അവരാരും തന്നെ അങ്ങോട്ട് നോക്കിയില്ല. എല്ലാവരും എന്നെ നോക്കി, വയ്യാതെ കിടക്കുന്ന എന്നെയാണ് നോക്കി വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തലുകളും പറച്ചിലുകളും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ആ എഴുതി വെക്കുന്ന ഓരോരുത്തരുടെയും മനസ്സ് എത്ര വൈകൃതവും ക്രൂരവുമാണെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ നിങ്ങളെന്താ ചെയ്തത്? നിങ്ങൾ ചെയ്തത് ഒളിച്ചും പാത്തും വന്ന് എന്നെ സഹായിക്കാൻ വന്നല്ലേ? അങ്ങനെ പറയുന്ന ആ സമൂഹമാണ് ഏറ്റവും വലിയ ക്രൂരര് എന്ന് തിരിച്ചറിയാനുള്ള മാനസിക ശേഷിയോ ഒന്നും നിങ്ങൾക്കുണ്ടായില്ല.
നിങ്ങൾ ഒളിച്ചും പാത്തും വന്ന് എന്നെ സഹായിക്കാൻ വന്ന് ഭയപ്പെട്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ എൻ്റെ ക്യാമറയുടെ മുന്നിൽ വരൂ. ക്യാമറയുടെ മുന്നിൽ വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല. നിങ്ങൾക്ക് ഭയമായിരുന്നു. നിങ്ങളപ്പോൾ പുറത്തുള്ള വ്യക്തികളോട് നിങ്ങൾക്ക് ഭയമൊന്നുമില്ല. ശരിക്കും നിങ്ങൾക്ക് നിങ്ങളെ ആയിരുന്നു നിങ്ങൾ ഭയപ്പെട്ടത്. നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങളെ ആയിരുന്നു ഭയപ്പെട്ടത്. നിങ്ങൾ സേവനം ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ, ഒരല്പമെങ്കിലും മനുഷ്യത്വം ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ, ആരെന്ത് പറഞ്ഞാലും ആകട്ടെ, നാഗ വരൂ, ലൈവ് എങ്കിൽ ലൈവ്, ക്യാമറ എങ്കിൽ ക്യാമറ, നിങ്ങൾക്ക് സുഖമില്ല, നിങ്ങൾക്ക് അസുഖമാണ്, ഞാൻ നിങ്ങളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു, വരൂ, നമ്മൾ ഇരു കൂട്ടരും ഒരുപോലെ ഈ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നു. എനിക്ക് യാതൊന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. നാളെ ഒരു സമയത്ത് എനിക്ക് ഇതുപോലെ വരുന്നതാണ്, എനിക്ക് സുഖക്കേട് വരുന്നതാണ്. സുഖമില്ലായ്മ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയല്ല. ഒരിക്കലും ഇത് ഒരു രോഗാവസ്ഥയല്ല. ഇതൊരു മരുന്നിനും ഭേദപ്പെടുത്താൻ കഴിയുകയുമില്ല. അതുപോലെയുള്ള അതിസുന്ദരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്നാൽ ഈ അവസ്ഥ പറഞ്ഞു വയ്ക്കുമ്പോൾ, ഞാൻ ഈ അവസ്ഥ പറഞ്ഞു വയ്ക്കുമ്പോൾ അത് സ്വയം തിരിച്ചറിയുകയാണ്. അതായത് അത്രയും നാള് ഞാൻ ജോലി ചെയ്തതിന് എനിക്കൊരു വിശ്രമം തന്നതാണ്, വിശ്രമാവസ്ഥയാണ്. ഒന്ന് പുനർചിന്തനത്തിന് വേണ്ടിയുള്ള ഒരു വിശ്രമാവസ്ഥ. ആ വിശ്രമ അവസ്ഥ നമ്മുടെ ദേഹം മുഴുവൻ അടിച്ച് തളർത്തി ഇട്ടിട്ടാണ് അത് വിശ്രമിക്കൂ, നീ വിശ്രമിക്കൂ എന്ന് നമ്മളോട് പറയുകയാണ്. നിനക്കിനി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. നീ ഒരുപാട് പേർക്ക് ദാനം ചെയ്തു, സേവനം ചെയ്തു, നീ ഒന്ന് വിശ്രമിക്കൂ, നിന്റെ ശരീരത്തെ നോക്കൂ, നിന്റെ ശരീരം ദേണ്ട കണ്ടില്ലേ, തളർന്നു പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് തളർച്ചയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് പിന്നീട് സുഖമാണ്, ഒരാത്മീയ സുഖമാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ കാലുകൊണ്ട് പിച്ച് നടക്കും. ഇപ്പം എൻ്റെ ഇരുകാലുകളും കുഴപ്പമൊന്നുമില്ല, ഞാൻ നടക്കാറായി. അതുപോലെ തന്നെ പിച്ച് നടക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെപ്പോലെ തന്നെ സേവനം ചെയ്തൊരാൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു തരികയാണ്, ഇത്രയും കാലം സേവനങ്ങൾ ചെയ്തു, ഇത്രയും കാലം പണം വാങ്ങിച്ചും ജോലി ചെയ്തു, പണം വാങ്ങിക്കാതെയും ജോലി ചെയ്തു. പക്ഷെ അവരൊക്കെ തന്നെയും നിന്നോട് ഉള്ളവരായിരുന്നില്ല. ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ ഒക്കെയും നിന്നോട് ആത്മാർത്ഥതയുള്ളവരായിരുന്നില്ല. അത് നീ സ്വയം തിരിച്ചറിയുക. നീ തിരിച്ചറിയുമ്പോൾ, എങ്ങനെയാ എന്നെ തിരിച്ചറിയൂ എന്ന് പറഞ്ഞത്? എൻ്റെ ശരീരം തളർത്തിയിട്ട് കാണിച്ചു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മനുഷ്യർക്ക് മനുഷ്യത്വം ഇല്ലെന്ന്. അതായത് തളർത്തിയിട്ട് കാണിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാ, ഞാൻ ചെയ്തു കൊടുത്തവരാരും തന്നെ എന്നെ ഒരു നോക്ക് കാണാനും പോലും വരുന്നില്ല. അവരൊക്കെ തന്നെ മാറി നിന്ന് എന്നെ ദുഷിപ്പ് പറയുവാണ്. അപ്പോഴാണ് എന്നോട് പറയുന്നത്, എൻ്റെ ഉള്ളു തന്നെ എന്നോട് പറഞ്ഞു, കണ്ടില്ലേ നീ എന്തെല്ലാം അവർക്ക് ചെയ്തു കൊടുത്തു, നിനക്ക് വയ്യാതെ വന്നപ്പോൾ ആരെങ്കിലും ഒന്ന് വന്നോ? പക്ഷെ നിങ്ങൾ വന്നെങ്കിലും നിങ്ങൾ പൊതുസമൂഹത്തെ ഭയപ്പെട്ടു. ആരാണ് സമൂഹം? സമൂഹത്തെ തീർക്കുന്നത് ആരാണ്? മറ്റാരുമല്ല, നിങ്ങൾ തന്നെയായിരുന്നു. കാരണം നിങ്ങൾ തന്നെയായിരുന്നു സമൂഹത്തെ തീർക്കുന്നത്. ഓരോ വ്യക്തികൾ എന്നെ അത് പറയും, ഇത് പറയും, മറ്റേത് പറയും എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ സമൂഹത്തെ തീർക്കുകയാണ്. നിങ്ങൾക്ക് ഭയമില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളിനെ നിങ്ങൾ ചേർത്ത് പിടിച്ചേനെ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണം പറയാൻ വേണ്ടി ഒന്നുമില്ല. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ധാരാളം ആളുകൾ വരുന്നു. അവരൊക്കെ തന്നെ അപരിചിതരാ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ അവർ വരുമ്പോഴേ അവരെ ചേർത്ത് പിടിച്ചാണ് നിർത്തുന്നത്. കാരണം എനിക്ക് സംഭവിച്ചാൽ അത് അവർക്കുണ്ടാകരുത്. അപ്പോൾ എനിക്ക് പലയിടത്തുനിന്നും കോള് വരും, വാട്സപ്പിൽ മെസ്സേജ് വരും, അതെ ഇന്ന ആളില്ലേ, ഇന്ന ആളിനെ നിങ്ങൾ അടുപ്പം കൂടുന്നത് സൂക്ഷിക്കണം, അവരാൾ ശരിയല്ല എന്നൊക്കെ എത്രയോ പേര്
എനിക്ക് വാട്സപ്പ് അയച്ചിട്ടുണ്ട്, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇക്കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഈ വന്നവരുടെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല, അവരുടെ മെസ്സേജിൽ പോയി പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ഈ സമൂഹത്തെ ഭയമില്ല. ഞാൻ എന്തിനു ഭയക്കണം? ജനിച്ചാൽ ദേഹം ജനിച്ചു, എപ്പോഴെങ്കിലും ഒരു മരണവുമുണ്ട്, ഏത് നിമിഷവും. അപ്പോൾ ഞാൻ എന്തിന് വെറും ഒരു ഞാൻ എന്തിനു ചുമ്മാതൊരു സമൂഹത്തെ സൃഷ്ടിക്കണം? എനിക്കിതൊക്കെ വെറും ഒരു നിമിഷം കൊണ്ട് ചത്തുപോകുന്ന വെറും ദേഹങ്ങൾ മാത്രമാണ് ഈ മനുഷ്യര്. അവരെ ഞാൻ അവരുടെ വാക്കുകൾ ഞാൻ കേൾക്കാറില്ല, അവരുടെ ഭയപ്പെടുത്തലുകളിൽ ഞാൻ വീഴാറുമില്ല. ഞാനെന്തിന് അങ്ങനെ ഒരു സമൂഹത്തെ എൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചെടുക്കണം? എനിക്കങ്ങനൊരു സമൂഹവും ഇല്ല. അപ്പോൾ ആളുകളൊക്കെ ധാരാളം പേര് പറയും, നിങ്ങളുടെ കൂടെ നിങ്ങളെ നശിപ്പിക്കാനാണ് ഇവർ വന്നത്, അവർ വന്നത്, അവരെൻ്റെ കൂടെ ചേർന്നത് ഞാൻ നശിച്ചു പോകുമോ? അങ്ങനെയൊന്നുമുള്ള ഒരു ധാരണയില്ല. അപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ധാരാളം ആളുകൾ അവരെൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ അവർക്ക് രോഗമുണ്ടോ, അവർ നല്ലവരാണോ കെട്ടവരാണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല, അവർ കൊലയാളികളാണോ എന്നൊന്നും നോക്കാറില്ല. അതായിരുന്നു എൻ്റെ ക്വാളിറ്റി. ഞാൻ അവരെ ചേർത്ത് പിടിച്ചിരുന്നു. മാത്രമല്ല, അവരൊക്കെ എന്നെ കാണാൻ വരിക, അവരിത് ഇഷ്ടം കൊണ്ട് വരികയാണ്. ഇഷ്ടം കൊണ്ട് ഇവരെൻ്റെ വന്ന് എന്നെയും ചേർത്ത് പിടിച്ച് എൻ്റെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് വന്ന് സംശയത്തോട് വന്ന് അവരെ കൂട്ടുപിടിക്കല്ലേ എന്ന് പറയുന്ന, ഒളിഞ്ഞിരുന്ന് നുണയും കൊതിയും എനിക്ക് പറഞ്ഞു തരുന്ന അവരെയാണോ ഞാൻ ഇഷ്ടപ്പെടേണ്ടത്? അതോ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും ചേർത്ത് പിടിച്ച് നൃത്തം ചെയ്യുകയും ചിരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന അവരെയാണോ ഞാൻ കൂട്ടുപിടിക്കേണ്ടത്? എനിക്കെപ്പോഴും ഇഷ്ടം പരസ്യമായി എന്നോട് കൂട്ടുകൂടുന്നവരെയാണ്. സമൂഹത്തെ ഭയപ്പെടുന്ന ഒരാളായിരുന്നെങ്കിൽ ഞാൻ ഈ വരുന്നവരെ ഒന്നും എടുത്ത് ഒപ്പം നിന്ന് വീഡിയോ ചെയ്ത് ക്യാമറ പിടിച്ച് ചാനലിൽ ഇടില്ലായിരുന്നു. കാരണം എനിക്ക് ഭയമില്ല, സമൂഹത്തെ എനിക്ക് ഭയമില്ല. ഞാനെന്തിനും അങ്ങനെ ഭയപ്പെടുന്നണം? അങ്ങനെ പേടിയുള്ള സമൂഹത്തെ ഈ പേടിത്തൊണ്ടരാണ് ഈ എൻ്റെ അടുക്കൽ വരാനായിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ കൂട്ടുകൂടരുത് എന്ന് പറയുന്നതൊക്കെ പേടിത്തൊണ്ടരാണ്. ഞാനങ്ങനെ ആരെയും അവഗണിച്ച് മാറ്റി നിർത്തത്തില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് വയ്യാതിരുന്ന അപ്പോഴായിരുന്നു നിങ്ങളുടെ ആവശ്യം എനിക്ക്. നിങ്ങൾ വന്നപ്പോഴേ എനിക്ക് ഒത്തിരി സന്തോഷമായി, നിങ്ങളെന്നെ സഹായിച്ചു, സന്തോഷമായി. പക്ഷെ ക്യാമറയുടെ മുന്നിൽ ഒന്നും വന്നു നിന്നില്ല. അതെൻ്റെ ഉള്ളിൽ ഇപ്പോഴും കെടാതെ തന്നെ കിടപ്പുണ്ട്. കെടാത്ത ഒരു അഗ്നി പോലെ ജ്വലിക്കുന്നൊരു അഗ്നിയായിട്ട് എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. നിങ്ങൾ അന്ന് എന്നോട് ചെയ്ത കൊടും ക്രൂരത എന്ന് പോയി ഞാൻ പറയുന്നില്ല, നിങ്ങൾ സമൂഹത്തെ സൃഷ്ടിക്കുകയായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ. അപ്പോഴായിരുന്നു എനിക്ക് ആവശ്യം. എൻ്റെ ആ ആവശ്യത്തിനോടൊപ്പം തന്നെ ആ ആവശ്യവും വേണം, പക്ഷെ ഇതും വേണം. കാരണം എനിക്ക് വയ്യായിരുന്നു. വയ്യാതിരുന്ന ഒരാൾക്ക് നിങ്ങൾ ആശ്വാസം പകരുകയല്ല, നിങ്ങൾ ഭയപ്പെട്ട് പിന്മാറി, ക്യാമറ മുന്നിൽ പോലും വന്നില്ല. അത് നിങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ പേടിച്ചായിരുന്നു. അവരെ പേടിച്ച് ഇവരെ പേടിച്ച് എന്തിനു ഭയക്കണം? ആ പേടിയുള്ള നിങ്ങളെ പേടിപ്പിക്കുന്ന ആ മനുഷ്യർ വെറും മനുഷ്യരാണെന്ന് കരുതണമായിരുന്നു. വെറും മലമൂത്ര വിസർജനങ്ങളാണവർ, ചത്തുപോകുന്നവരാണവർ എന്ന് കരുതണമായിരുന്നു. ഇതൊക്കെ ഒരു മോട്ടിവേഷനാണെന്ന് കരുതിക്കോളൂ. അങ്ങനെ കരുതണമായിരുന്നു. ഒരു രോഗം വന്നാൽ അവരും ഇതുപോലെ ഒരു രോഗാവസ്ഥ വന്നു പോയാൽ എല്ലാവരും തീരുന്നതേ ഉള്ളൂ. ഒന്ന് മരണപ്പെട്ടു പോയാൽ, ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാൾ മരണപ്പെട്ടു. 3 ദിവസമോ മറ്റോ കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഞാൻ അറിഞ്ഞത്. അദ്ദേഹം മരിച്ച് അവിടെ മുറിയിൽ കിടന്നു എന്നുള്ളത്
മറ്റുള്ളവർ പറയുന്ന കേട്ടറിഞ്ഞ അറിവിലും ഒക്കെയാണ് ഞാൻ അറിഞ്ഞത്. അവർക്ക് മുതലും പണവും ഒക്കെ ഉള്ളവരാണ്. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നിങ്ങളെ ആ പറഞ്ഞ് തിരുത്തിയവര് എത്രത്തോളം ദുഷ്ടരായിരുന്നു. അവർക്ക് ഇതുപോലെ ഒരു അസുഖം വന്നാൽ അവരെയും ഇതുപോലെ തന്നെ ആളുകൾ തിരിഞ്ഞും തിരുവഴിയും നോക്കില്ല. കാരണം അവർ ഈ വിളിച്ചു പറയുന്നതും നിങ്ങളോട് പറയുന്നതും ഒക്കെ അവരുടെ ഉള്ളിലിരുന്ന് ആത്മാവ് കേൾക്കുക. ആത്മാവ് അന്നേരം പറയും, അവരെ ഒറ്റപ്പെടുത്തും. നോക്കിക്കോ. ആ ഇപ്പൊ അന്നേരം നിങ്ങൾ പറയുന്ന പൈസ ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് പൈസ വേണ്ടായിരിക്കും. പക്ഷെ എനിക്ക് കാശ് വേണം, കാശിന് കാശ് തന്നെ വേണം. കാരണം ഞാൻ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ആണ് ചോദിച്ചത്, ആ വീഡിയോ അങ്ങോട്ട് തരുവാണെങ്കിൽ അത് നന്നായിട്ട് മൂവ് ആവില്ലേ? എനിക്കറിയാം നന്നായിട്ട് മൂവ് ആവുമെന്ന്. അപ്പോൾ എനിക്ക് ആവശ്യം പണം, നിങ്ങൾക്ക് പണം ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് മറ്റേതെങ്കിലും രീതിയിൽ കിട്ടും. ആരെങ്കിലും ഇപ്പം നിങ്ങളെ തന്നെ ഭയപ്പെടുത്തി ഇട്ടിരിക്കുന്നവർ ആരെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ ജോലി എടുത്താലേ എനിക്ക് കിട്ടൂ പിന്നെ ഉള്ളൂ. ഇവിടെ ഞാൻ സേവനം ചെയ്യുന്നുണ്ട്, ജോലിയും ചെയ്യുന്നുണ്ട്. രണ്ട് തരത്തിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിവിടെ സേവനം ചെയ്യുന്നുണ്ട്, ജോലിയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കുഞ്ഞു തുകയെങ്കിലും തരാതെ ഞാൻ തരില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തരും, വീഡിയോ തരും. പക്ഷെ ഒരു കുഞ്ഞു തുകയെങ്കിലും എനിക്ക് കിട്ടുക. ഇത് കെഞ്ചുമല്ല, ഞാൻ യാചിക്കുമല്ല. കാരണം ആ വീഡിയോ നന്നായിട്ട് മൂവ് ആവുന്നതല്ലേ. ഒരു കുഞ്ഞു തുക പോലും നിങ്ങളുടെ കയ്യിൽ എടുക്കാനില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സേവനം ചെയ്തോളൂ എന്നും പറഞ്ഞ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആകണമെന്നുണ്ടോ? എനിക്ക് എന്തോരം ആവശ്യങ്ങളാണെന്നാണ് അറിയാവോ. ഞാനിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ നിമിഷത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് കയറി കിടക്കാനായിട്ട് ഒരു ഇടം, ഞാൻ ഇപ്പോഴും ഒന്നും മഴ പെയ്താൽ ചോരാത്തൊരു വീട്, ഏകദേശം റൂഫൊക്കെ കെട്ടി ഇപ്പം ചോരുന്നില്ല. നേരത്തെ ഉള്ളതിനേക്കാൾ ചോരാതെ ഇപ്പം ഇവിടെ മഴ പെയ്താൽ കയറി നിൽക്കാൻ ഒരു ഇടമെങ്കിലും ഞാൻ കെട്ടി. അതെങ്ങനെയാ? ഇതുപോലെ വീഡിയോ എടുക്കാനായിട്ട് ആളുകൾ വന്ന് ചാനലുകാരോട് ചോദിച്ചും, ഞാൻ വെറുതെ എൻ്റെ വീഡിയോ തരില്ല, ക്യാമറയ്ക്ക് മുന്നിൽ വെറുതെ ഇരുന്ന് തരില്ല എന്നൊക്കെ അവരോട് പറഞ്ഞുമൊക്കെ അവരെനിക്ക് പണം തന്ന് ആ പണത്തിൽ നിന്നും പിന്നെ ഞാനിപ്പോൾ ബാങ്ക് സ്വന്തമായിട്ട് ഒരു ബാങ്ക് ആ കളി അത് പഠിച്ചെടുത്ത് ബാങ്ക് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ ധാരാളം പണം കൊടുത്ത് കലാലയങ്ങളിൽ പോയി പഠിച്ചെടുത്ത് അങ്ങനെ ജോലി വാങ്ങിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഞാനതല്ല, എൻ്റെ സ്വന്തം കഴിവിൽ പഠിക്കുവാണ്. പഠിപ്പും ജോലിയും ഒരുപോലെ നടത്തിക്കൊണ്ട് അതിലൂടെ 10 പൈസ വരുമാനം ഉണ്ടാക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ ദാനധർമ്മം ചെയ്യുന്നു. ധാരാളം ആളുകൾ ഇപ്പോൾ ഓരോ നിമിഷവും ഇത് കണ്ടും കേട്ടു എൻ്റെ അരികിലേക്ക് പണം ഇട്ടിരുന്നു. അതിൽ ഡോക്ടർമാരുണ്ട്, വക്കീലന്മാരുണ്ട്, ഇതര ബിസിനസ്സുകാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഫോൺ പേ വഴിയും ഗൂഗിൾ പേ വഴിയും പേ ടി വഴിയും അത് തന്നെ അതുവഴിയും ബാങ്ക് അക്കൗണ്ട് വഴിയും ഒക്കെയും പണമിടപാടുകൾ നടത്തുന്നു. അത് എത്രയോ വർഷങ്ങൾ അത് പഠിച്ചെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ സ്വയം പഠിച്ചെടുത്ത് ചെയ്യുകയാണ്. അപ്പം നമുക്കിവിടെ പണത്തിന് പണം തന്നെ വേണം. പണമില്ലായ്മയുടെ പേര് പറഞ്ഞ് എന്നെ അവഗണിച്ച ഒരു സമൂഹമാണ്. എൻ്റെ അരികിലേക്ക് പോയാൽ ഞാൻ പിന്നെ ആളുകൾ എന്തൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എഴുതി വെച്ചത്. പിന്നെ വലിയ ബിസിനസ്സുകാരിയാകും, പിന്നെ എനിക്ക് ഹോസ്പിറ്റലുണ്ടാകും. എത്ര ക്രൂരമായ കാര്യങ്ങൾ സ്വയം എഴുതി വെച്ച് ഹോസ്പിറ്റലുണ്ടായാൽ അത് നല്ലതല്ലേ. എനിക്ക് പിന്നെ ആളുകൾ ഉണ്ടാകും, ഞാൻ പിന്നെ രാജകുമാരിയെ പോലെ നടക്കും. അവരതൊക്കെ ഓർത്ത് അവരുടെ ഉള്ളിൽ അസൂയയും കുഴിച്ചുമ്പും.
എന്നാൽ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയിൽ വരുന്നവർക്ക് ആശ്വാ ആശ്വാസത്തിനായിട്ട് അത് നല്ലതല്ലേ? നാഗാ സൈരന്ധ്രി ദേവി ജീവിച്ചിരുന്നപ്പോൾ അവരെയും കൊണ്ട് അങ്ങനെയെങ്കിലും ഒത്തില്ലേ എന്നല്ല പറയുന്നത്. അങ്ങനെ ചെയ്ത് അവരുടെ അടുക്കിലേക്ക് ആരും പോകല്ല. അവർ ഇങ്ങനെ ആയി തീർന്നിട്ട് അവർ സുഖമില്ലാതെ എന്തോന്നും അവരുടെ അടുത്ത് ആരും പോവല്ല. ആളുകളെല്ലാം കൂടെ ചെന്ന് അവരെ അങ്ങ് നന്നാക്കും. പിന്നെ അവിടെ ഹോസ്പിറ്റലാകും. നമുക്ക് ഇവിടെ തീരെ വയ്യാതിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള വർത്തമാനവും കൂടെ എഴുതിയിടുന്നത്. എനിക്ക് പണം ഉണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? എത്രയോ ആളുകൾ സുഖമില്ലാതെ കിടക്കുന്ന ഈ ഭൂമിയിൽ, അസുഖം വന്നവർ, രോഗം ബാധിച്ചവർ, അവസ്ഥകൾ. ഞാൻ ആരുടെയെങ്കിലും വീട്ടിൽ പോകരുതെന്നോ ഭക്ഷണം കൊടുക്കരുതെന്നോ, ഭക്ഷണം കൊടുക്കരുത്, വീട്ടിൽ പോവല്, അതുപോലെ അവരെ ശുശ്രൂഷിക്കരുത്, നാളെ ഒരു സമയത്ത് അവർക്ക് ഹോസ്പിറ്റൽ ഉണ്ടാകും, അങ്ങനെ എങ്ങാണോ ഐഡിയ കൊണ്ട് ആരുടെയെങ്കിലും പിന്നെ ഈ വീഡിയോയുടെ എങ്ങനെ കീഴിൽ കൊണ്ടുവന്ന് എഴുതി വയ്ക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ ഞാൻ പറയുന്നുണ്ട് ഇന്ന ആളെ ശുശ്രൂഷിക്കരുത്, നാളത്തെ സമയത്ത് അവർ പിന്നെ കോടീശ്വരന്മാരായി തീരും എന്ന് ഞാൻ പറയുന്നുണ്ടോ? അവരുടെ ജീവനെ അതുകൊണ്ട് മെല്ലെ മെല്ലെ കൊന്നു കളയണം എന്ന് ഞാൻ പറയുന്നുണ്ടോ? ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് ഞങ്ങൾക്ക് സുഖമില്ല, ആരെങ്കിലും എന്തെങ്കിലും ദാനധർമ്മം ചെയ്യുക, അല്ലെങ്കിൽ ഇത് എൻ്റെ മകൾക്ക് സുഖമില്ല, മകന് സുഖമില്ല, സഹായിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് അക്കൗണ്ട് നമ്പർ കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ കീഴിലെങ്ങാനും ചെന്ന് അക്കൗണ്ട് നമ്പർ കൊടുക്കരുത്, അല്ല അക്കൗണ്ട് നമ്പറിലൊക്കെ പൈസ ഇടരുത്, നാളെ അവർ ഹോസ്പിറ്റൽ ഉണ്ടാക്കും, അവർ കോടീശ്വരന്മാരാകും എന്നങ്ങനെ ഞാൻ എഴുതിയിടുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു വെറുതെ നിങ്ങളെ ഇത്രയും കേൾപ്പിക്കുന്നില്ല. ഓരോന്നും പറഞ്ഞ് ഞാൻ ഒരു കുഞ്ഞു തുകയെങ്കിലും എനിക്ക് തരിക, അപ്പോൾ ഞാൻ തരാം കേട്ടോ. ഓക്കെ, നന്ദി, നമസ്കാരം.